നമസ്കാരം. ഇതാണ് ചെറുപരമ്പിലുള്ള ഗ്രേസ് വില. ഇതാണ് ഗ്രേസ് വിലയുടെ തമ്പിയപ്പച്ചൻ. പക്ഷേ ഇതെന്താ, തമ്പിയപ്പച്ചൻ ചിന്തവിഷ്ടനായിരിക്കുന്നു. നമുക്ക് കാണാം എന്താണ് വിഷയം. എന്തോ ചെയ്യാനാ ഇപ്പോഴത്തെ വാർത്തകൾ. ഒരു മലയാളി പെൺകൊച്ച് ഒരു ജർമ്മൻ ചെറുക്കന്റെ കൂടെ ഒളിച്ചോടി. എന്തോ ചെയ്യാനാ വാർത്തകൾ. നടുവേദന എടുത്തിട്ട് വയ്യ. അതായത് വാക്കിങ് ഒരു കാറില്ലേ, ഒരു ചായ കൊണ്ടുപോകാം. ഒരു മലയാളി പെൺകൊച്ച് എന്റെ കൂടെ ഒളിച്ചോടി. എന്ന് വെച്ചാൽ ആഗോളവൽക്കരണം. നീ രാവിലെ ഇപ്പോഴല്ലേ എഴുന്നേറ്റത്? പല്ലുപോലെ തേച്ചിട്ടില്ല. ഇപ്പോഴാ കഴിക്കാൻ ദോശ ഉണ്ടാക്കി നിന്നോടാ പറയുന്നേ. ദോശ ഉണ്ടാക്കി. ഇങ്ങനെയാണ് വളർത്തിയത് നിന്റെ കുട്ടികളെ. ആ കല്യാണ ആലോചന, നമ്മളുടെ മോൾക്ക് വേണ്ടി കല്യാണ ആലോചന വല്ലതും ഓർത്തിട്ടുണ്ടോ? ഞാൻ നാട്ടിൽ വിളിച്ചവർക്ക് നല്ലൊരു ആലോചനയുണ്ട്. ഈ വർഷം നാട്ടിൽ പോകുമ്പോൾ നമുക്കത് നിശ്ചയിക്കും. എന്നാ ഞാൻ അവളെ വിളിക്കട്ടെ. എന്താ അമ്മേ? മോളെ, എനിക്കൊരു ശുഭവാർത്ത ഉണ്ട്. നിന്റെ കല്യാണക്കാരൻ ആലോചിച്ചുകൊണ്ടുണ്ട്. കല്യാണം എന്റെയോ? അപ്പച്ച, ഇതൊക്കെ എന്റെ പ്രായമല്ല കല്യാണം കഴിക്കാൻ. പ്രായമോ? എന്റെ കാലത്തൊക്കെ ഞാനൊരു 20 വയസ്സായപ്പോഴാ കല്യാണം കഴിച്ചിട്ട്. പിന്നെ എന്റെ അമ്മച്ചി ഒരു 16 വയസ്സായപ്പോഴാണ് എന്റെ കൂടെ വന്നത്. അപ്പച്ച, അതൊക്കെ പഴയ കാലമാണ്. ഇന്നത്തെ കാലമാണെങ്കിൽ ആണും പെണ്ണും ഡേറ്റ് ഒക്കെ ചെയ്യാതെയോ കല്യാണം മുമ്പ് കഴിക്കത്തില്ല. ഡേറ്റ് ഒക്കെ നല്ലതായിട്ട് ആലോചിച്ചിട്ടുണ്ട് മോളെ. നല്ല ഡേറ്റ് ആലോചിച്ചു. ഓ അപ്പച്ച, ആ ഡേറ്റ് അല്ല ഞാൻ പറയുന്നേ. പിന്നെ എന്റെ അപ്പച്ച, ഡേറ്റ് എന്ന് വെച്ചാൽ ആണും പെണ്ണും പരസ്പരം കണ്ടേ അറിഞ്ഞ് പരിചയപ്പെട്ടിട്ടൊക്കെ കല്യാണം കഴിക്കുന്നുള്ളൂ. അതാണ് ഡേറ്റ്. അല്ലാതെ ഡേറ്റ് അല്ല. അതൊക്കെ വിടുന്നു. ഞാൻ എന്റെ ലൈഫ് എന്റെ ഡിസിഷൻ. ഞാൻ ഇതിരിക്കുന്ന എല്ലാവർക്കും ഒന്ന് പറഞ്ഞേക്ക് പോവാം. ഞാനാണെങ്കിൽ എന്റെ ബോയ്ഫ്രണ്ടിന്റെ അല്ലാതെ ഒരു ആളിനെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല. ഞാനും എന്റെ ഗൾഫ്രണ്ട് കൊണ്ടുവരല്ലേ? അത് കണ്ടിട്ട് അവളുടെ നീ എന്തോന്നാണ് ഈ പറഞ്ഞത്? കേട്ടത് തന്നെ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. കെട്ടിപ്പൊക്കി നാട്ടിലെ എല്ലാം സുഖം തന്നെ. ഞാൻ ഒരു ബഹളം ഇത് കണ്ടില്ലേ? നല്ലൊരു കല്യാണം പറഞ്ഞില്ല. പക്ഷെ ഏതോ ഒരു റോക്കി കിട്ടിയിട്ടുണ്ട്. അവനെ മാത്രമേ കല്യാണം കഴിക്കുന്നു. എന്താ ഇത് ശരിയാണ്? അച്ഛൻ പ്ലീസ് ഡോണ്ട് ഇന്റർഫിയർ ഇൻ ഓൾ ദിസ്. എന്റെ ലൈഫാണ് ഇത്, എന്റെ ഡിസിഷൻസ് ആയിരിക്കുന്നത്. ഞാൻ എന്റെ റോക്കി ഇളക്കുന്ന ഒരാളിനെ കിട്ടാൻ പോകുന്നില്ല.
My dad. Dad, Rocky. Please, Church of the Priest. Rocky, my grandfather. Apacha, Rocky. Hello, Grandpa. Oh, just leave it. Mama? Mama? Rocky, my mother. Mama? പിന്നെ എങ്ങനെയൊക്കെ ഉണ്ട് വിശേഷങ്ങൾ? What is doing? Appacha is asking, how are you? I'm fine, like always. What's your profession? I'm running a club. I earn millions every year. ആ പിന്നെ കുഴപ്പമില്ല. Where's your parents? They are in England, so they couldn't come. ഭൂമി ഒന്ന് പോയി നോക്കി ആരാണ്? I just came here to visit. Came here to visit? And who are these people? Daddy. കേട്ടോ? ഈ ചത്തുവാ. ഇതാണ് പറയുന്നേ. എല്ലാരും പള്ളിയിലൊക്കെ പോകണം. ഞാൻ എപ്പോഴും പറഞ്ഞതാ പിള്ളേരെ പള്ളിയിലൊക്കെ കൊണ്ടുപോകുന്നു, ബൈബിളൊക്കെ വായിക്കുന്നത്. ഏതായാലും കുഴപ്പമില്ല. ഏതായാലും ദൈവത്തെ സ്തുതിക്കാം. ഏതായാലും ദൈവം നമ്മുടെ ജീവൻ രക്ഷിച്ചതല്ലേ. നാളെ പള്ളിയുണ്ട് കേട്ടോ. നാളെ തൊട്ട് ദൈവം ജനിച്ചതിന്റെ ഓർമ്മയ്ക്കായി നമ്മുടെ കഴിഞ്ഞു പോയ പാപത്തിന്റെ ഒരു പരിഹാരമായി നാളെ നമുക്ക് പള്ളി വന്ന് സമാധാനത്തോട് പ്രാർത്ഥിക്കാം. ഒരു നല്ല ജീവിതം നമുക്ക് നാളെ ഏതായാലും